ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഡെയിലി ഹിന്ദി വിത്ത് ഹിന്ദി പ്ലസിന്റെ 6th എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അസ്കർ, ഹിന്ദി പ്ലസ് ലാംഗ്വേജ് അക്കാഡമി കോഴ്സ് കോർഡിनेटर ആണ്. हे ऑल, मेरा नाम आयुषी है. मैं हिंदी प्लस एकेडमी की चीफ ट्रेनर हूँ और आज के इस एपिसोड में हम सीखने वाले हैं था, थी और थे से बनने वाले थोड़े सेंटेंसेस. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്. ക്യാ ഹെ കബ് കൈസെ, ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. അത് കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ എപ്പിസോഡിൽ ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. നമ്മള് പാസ്റ്റ് ടെൻസ് ആണ്, അതായത് കുറച്ച് സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ കുറച്ച് സെന്റൻസസ് ആണ് ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മള് ഫോർ എക്സാമ്പിൾ ഞാനായിരുന്നു, അവനായിരുന്നു, അവളായിരുന്നു, അവരായിരുന്നു, ഇങ്ങനൊരു ആശയമാണ് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഒന്ന് നോക്കാം അല്ലെ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു മേം. ഞാനായിരുന്നു എന്നാണ് പറയുന്നത്. ഞാനായിരുന്നു, ഞാൻ ദുബായിലായിരുന്നു. मैं दुबई में थी इफ ए फीमेल, मैं दुबई में था इफ ए मेल. ഓക്കെ, मैं दुबई में थी, मैं ദുബായ് മേ ഥാ. ഓക്കെ, മേം ദുബായ് മേം ധ. മെയിൽ ആണെങ്കിൽ മേം ദുബായ് മേം ധ എന്നാണ് പറയാം. ഫീമെയിൽ ആണെങ്കിൽ മേം ദുബായ് മേം ദി, മേം ദുബായ് മേം ദി, ആ ഒരു രീതിയിലാണ് പറയാം. ഓക്കെ, ഞാനൊരു ടീച്ചർ ആയിരുന്നു. मैं टीचर थी. ഓക്കെ, മേ ഏക്ക് ടീച്ചർ ദി അല്ലെങ്കിൽ മേം ടീച്ചർ ദി. ഒരു മെയിൽ ആണെങ്കിൽ ടീച്ചർ ഥാ. അവിടെ നമുക്ക് ദ അല്ലെങ്കിൽ ദേ എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മേം പെഹ്ലെ ദുബായ് മേം ധേ അല്ലെ, ആ ഒരു രീതിയിൽ നമുക്ക് പറയാം. ധ എന്ന് തന്നെ പറയണമെന്നില്ല, നമുക്ക് മേം പെഹ്ലെ ദുബായ് മേം ധേ എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ മേം പെഹ്ലെ ദുബായ് മേം ധ. ഫീമെയിൽ ആണെങ്കിൽ മേം പെഹ്ലെ ദുബായ് മേം ദി. ഞാൻ മുൻപ് ദുബായിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, ഞാൻ അവിടെ പോയിരുന്നു. मैं वहां गया था. ഒരു മെയിൽ പറയുകയാണെങ്കിൽ मैं वहां गई थी. ഓക്കെ, मैं वहां गया था അല്ലെങ്കിൽ ഫീമെയിൽ ആണെങ്കിൽ मैं वहां गई थी എന്നാണ് പറയാം. സോ നമ്മൾ താ പറയണത് ഒരു മാസ്കുലിൻ നൗൺ യൂസ് ചെയ്യുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഒരു മെയിൽ കാര്യങ്ങൾ പറയുന്ന സമയത്താണ് മെയിൽ പാസ്റ്റ് ടെൻസ് ആയിട്ട് പറയുമ്പോൾ. ആൻഡ് ഫെമിനിൻ ആയിട്ട് ഒരാൾ അല്ലെങ്കിൽ ഫീമെയിൽ പറയുകയാണെങ്കിലാണ് നമ്മൾ തീന്ന് യൂസ് ചെയ്യുക. പ്ലൂറൽ ആയിട്ട് ആകുമ്പോഴാണ് നമ്മൾ തേന്ന് യൂസ് ചെയ്യുക. അപ്പോൾ താ ഫോർ മെയിൽ, തീ ഫോർ ഫീമെയിൽ ആൻഡ് തേ ഫോർ പ്ലൂറൽ. ഓക്കെ, ആ ഒരു രീതിയിലാണ് നമ്മൾ പറയാ കേട്ടോ. ഇപ്പോ ഞാൻ 2 വർഷം മുൻപ് ദുബായിലായിരുന്നു. मैं 2 साल पहले दुबई में थी इफ ए फीमेल, मैं 2 साल पहले दुबई में था इफ ए मेल. ഓക്കെ, അവർ എന്ന് പറയുമ്പോൾ അവർ 2 വർഷം മുൻപ് ദുബായിലായിരുന്നു എന്ന് പറയുമ്പോൾ वो 2 साल पहले दुबई में थे, കാരണം പ്ലൂറൽ ആണ്, അപ്പൊ ഒന്ന് വരും. ഓക്കെ, വേ 2 साल पहले ദുബായ് മേ ഥേ. വേ 2 साल पहले ദുബായ് മേ ഥേ. അവർ 2 വർഷം മുൻപ് ദുബായിലായിരുന്നു. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു. അപ്പം മേം വരുമ്പോൾ അല്ലെ, മേ വരുമ്പോൾ മെയിൽ വരുന്ന സമയത്ത് ധ ആണ് യൂസ് ചെയ്യുക. ഫീമെയിൽ ആണെങ്കിൽ ധി ആണ് യൂസ് ചെയ്യുക. അത് പ്ലൂരൽ വരുന്ന സമയത്ത് ദേ. ഇപ്പൊ ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ മുൻപ് ദുബായിലായിരുന്നു. हम पहले दुबई में थे. ഓക്കെ, हम पहले दुबई में थे. ഹം പെഹ്ലെ ദുബായ് മേ ഥേ. ഞങ്ങൾ മുൻപ് ടീച്ചേഴ്സ് ആയിരുന്നു. हम पहले टीचर्स थे. हम पहले टीचर्स थे. ഞങ്ങൾ മുൻപ് ഡ്രൈവേഴ്സ് ആയിരുന്നു. हम पहले ड्राइवर्स थे. हम पहले ड्राइवर्स थे. ഓക്കെ, ഹം പെഹ്ലെ ഡ്രൈവേഴ്സ് ദേ. ഈ ഒരു രീതിയിലാണ് നമ്മളിപ്പോ പാസ്റ്റ് ടെൻസിൽ നമ്മൾ പറയുന്നത്. ധ ദേ ദിയുടെ വ്യത്യസ്ത രൂപങ്ങൾ എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു. അപ്പം അതുപോലെ തന്നെ ഞാൻ ഇന്ന് ഡ്യൂട്ടിയിലായിരുന്നു. मैं आज ड्यूटी पर थी. मैं आज ड्यूटी पर था ഒരു മെയിൽ ആണെങ്കിൽ मैं आज ड्यूटी पर थी ഫീമെയിൽ, मैं आज ड्यूटी पर था मेल. ഓക്കെ, ഞങ്ങൾ ഇന്ന് ഡ്യൂട്ടിയിലായിരുന്നു. हम आज ड्यूटी पर थे. हम आज ड्यूटी पर थे. ഹം ആജ് ഡ്യൂട്ടി പർ ദേ. ഓക്കെ, ഞങ്ങൾ മുൻപ് ഇവിടെ ജോലി ചെയ്തിരുന്നു. हम पहले यहाँ काम करते थे. हम पहले यहाँ काम करते थे. ഹം പെഹ്ലെ യഹാം കാം കർത്തേ ഥേ. മുൻപ് ഞങ്ങൾ ഇവിടെ ജോലി ചെയ്തിരുന്നു. മുൻപ് ഞങ്ങൾ ഇവിടെ ജോലി ചെയ്തിരുന്നു. കാം കർണ എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുക. കാം കർണ ജോലി ചെയ്യുക എന്നാണ്. കാം കർത്തേ ഥേ, കാം കർത്തേ ഥേ ഞങ്ങൾ എന്ന് പറയുമ്പോൾ. ഓക്കെ, നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്നും കൂടി നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഞാനായിരുന്നു, അവനായിരുന്നു, അവളായിരുന്നു, അവരായിരുന്നു, ഈ ഒരു ആശയമാണ് ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. ഓക്കെ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കൂടെ തന്നെ നിങ്ങൾ പറഞ്ഞ് ഈ വീഡിയോസ് കാണുന്ന സമയത്ത് കൂടെ തന്നെ നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ആ ഒരു രീതിയിൽ നമ്മുടെ കൂടെ തന്നെ നിങ്ങൾ ഉണ്ടായിരിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ഞാൻ 2 വർഷം മുൻപ് ഷാർജയിലായിരുന്നു. मैं 2 साल पहले शारजा में थी.
ഫീമെയിൽ ആവുമ്പോൾ मैं 2 साल पहले ഷാർജ में था മെയിൽ ആവുമ്പോൾ. ഓക്കെ. ആൻഡ് ഹം വെച്ചിട്ട് പ്ലൂറൽ പറയുകയാണെങ്കിൽ ആ ഹം 2 साल पहले ഷാർജ में थे. ആൻഡ് അവർ എന്ന് പറയുമ്പം वो 2 साल पहले ഷാർജ में थे. വേ ദേ ആ വേ വേ 2 അല്ലെങ്കിൽ साल പഹലെ पहले ഷാർജ ഷാർജ में में. थे. നമ്മൾ പറഞ്ഞു वो 2 साल पहले ഷാർജ में था ഉം, എന്ന് പറയുമ്പോൾ മെയിലാണ്. ഉം, वो 2 साल पहले ഷാർജ में थे എന്ന് പറയുമ്പോൾ അവർ 2 വർഷം മുൻപ് ഷാർജ में दी ഉം. ഫീമെയിൽ പറയുന്ന സമയത്ത് അവൾ യെസ്, 2 വർഷം മുമ്പ് ആ, ആ അവളുണ്ടായിരുന്നു. ഉം, ആയിരുന്നു എന്നുള്ളൊരു ഉം, മീനിങ് ആണ് വരുന്നത്. പിന്നെ ഹം 2 साल पहले ഷാർജ में थे, ഉം, ഞങ്ങൾ 2 വർഷം മുൻപ് ഷാർജയിലായിരുന്നു. ഉം, വേ 2 साल पहले ഷാർജ में थे. ഉം. ഓക്കെ. ആ ഒരു രീതിയിലാണ് വരുന്നത്. അവനൊരു ടീച്ചർ ആയിരുന്നു. वो एक टीचर था. ഓക്കെ. അവളൊരു നേഴ്സ് ആയിരുന്നു. वो एक नर्स थी. ഓക്കെ. അവർ ഡ്രൈവേഴ്സ് ആയിരുന്നു. वे ड्राइवर्स थे. ഓക്കെ. വേ ഡ്രൈവേഴ്സ് ദേ, അതാണ് ഉം. ആ ഡിഫറൻറ്റ് വരുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ്, ഞങ്ങൾ ഇന്ന് ഡ്യൂട്ടിയിലായിരുന്നു. हम आज ड्यूटी पर थे. ആ हम ആ हम आज ड्यूटी पर थे. അവർ ഇന്ന് ഡ്യൂട്ടിയിലായിരുന്നു. वे आज ड्यूटी पर थे. वे आज ड्यूटी पर थे. വേ ആജ് ഡ്യൂട്ടി പെർ ദേ. ഓക്കെ. ഉം. ഞാൻ ഇന്ന് ഡ്യൂട്ടിയിലായിരുന്നു. मैं आज ड्यूटी पर था इफ अ मेल. मैं आज ड्यूटी पर थी इफ अ फीमेल. ഓക്കെ. മേ ആജ് ഡ്യൂട്ടി പെർ ധ അല്ലെങ്കിൽ പെർ ദേ എന്ന് പറയും മെയിൽ ആണെങ്കിൽ. ഉം, ഫീമെയിൽ ആണെങ്കിൽ മേ ആജ് ഡ്യൂട്ടി പെർ ദി, थी. ഞാൻ ഇന്ന് ഡ്യൂട്ടിയിൽ ആയിരുന്നു. ഉം. ഒരു രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യാറ്. സോ ഐ ഹോപ്പ് ദ വീഡിയോ വാസ് ക്ലിയർ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആൻഡ് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ അധികം വീഡിയോസ് ഇനി നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് പാസ്റ്റ് ടെൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സെൻറ്റൻസസ് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, ഡൗട്ട്സ് ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്തായാലും കമൻറ്റ് ഡൗൺ ചെയ്യുക. ആൻഡ് വിൽ ബി റീഡിങ് ദോസ് കമൻറ്റ്സ്. ആൻഡ് അടുത്ത വീഡിയോയിൽ നമ്മൾ അത് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ബൈ.